ഒരു കഥ சொல்லட்டுமா? അതായത് പണ്ട് കൊൽക്കത്തയിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു. ചെറുക്കൻ ചെറുപ്പം തൊട്ട് ഭയങ്കര മേടാണ്. വീട്ടിലിരിക്കുന്ന സാധനങ്ങളൊക്കെ ഭിക്ഷ അയച്ചു വരുന്നവർക്ക് എടുത്ത് കൊടുക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ഭയങ്കര ദാനശീലനായ വ്യക്തിയായിരുന്നു. സഹജീവികളോട് ഭയങ്കര സ്നേഹവും കരുണയൊക്കെ ചെറുപ്പം തൊട്ടേ കാണിച്ചിരുന്ന കുട്ടി. അങ്ങനെയുള്ള ആ കുട്ടി സ്കൂളിൽ പോവാണ്. സ്കൂളിൽ പോയി കഴിഞ്ഞ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ടീച്ചർമാർക്കൊരു രീതിയുണ്ട്. ടീച്ചർമാർ ചോദിക്കും, നിനക്ക് ആരാകാനാണ് ആഗ്രഹമെന്ന് ചോദിക്കും. അപ്പം നമ്മുടെ എല്ലാവരും പറഞ്ഞു, ക്ലാസ്സിലുണ്ടായിരുന്ന പല കുട്ടികളും പറഞ്ഞു, എനിക്ക് ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, എനിക്ക് സയൻറ്റിസ്റ്റ് ആവണം, ടീച്ചർ ആവണം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ പറഞ്ഞ് ഇയാളുടെ അടുത്തെത്തി. അപ്പോൾ ഈ കൊച്ചിൻ്റെ പേര് നരേന്ദ്രൻ എന്നാണ്. അപ്പോൾ ഈ കൊച്ചിൻ്റെ അടുത്തെത്തി. അപ്പോൾ ഈ കൊച്ചു പറഞ്ഞു, എനിക്കൊരു കുതിരവണ്ടിക്കാരനാവണമെന്ന് പറഞ്ഞു. അപ്പോൾ കൂടെ ഇരുന്നവരെല്ലാം ചിരിച്ചു, കളിയാക്കി. വൈകുന്നേരം സ്കൂൾ വിട്ട് പോകാൻ നേരത്ത് ഇവനെ ഉപേക്ഷിച്ചിട്ട് ബാക്കിയുള്ളവരെല്ലാം പെട്ടെന്ന് വീട്ടിൽ ഓടിപ്പോയി. ഈ ചെറുക്കൻ മാത്രം ഒറ്റയ്ക്കായി. അങ്ങനെ ഈ ചെറുക്കൻ പയ്യെ വഴിയെ കൂടെ നടന്ന് ചെല്ലുമ്പോൾ അങ്ങ് ദൂരെ നിന്ന് ഇവൻ ഏകനായി നടന്നു വരുന്ന ഇവൻ്റെ അമ്മ കാണുന്നുണ്ട്. അപ്പോൾ ഇവനെ അടുത്ത് ചേർത്ത് വിളിച്ചിട്ട് ചോദിച്ചു, എന്താ നീ ഒറ്റയ്ക്ക് വരുന്നത്, എൻ്റെ കൂട്ടുകാരൊക്കെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എല്ലാവരും ഇട്ടിട്ട് പോയി. അപ്പോൾ ചോദിച്ചു, എന്താ കാരണം എന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഇന്നവിടെ ക്ലാസ്സിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, അതിൽ ബേസ് ചെയ്തിട്ടാണ് ഇന്നവിടെ കൂട്ടുകാരും ഇല്ല, എന്നെ കളിയാക്കി എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയോട് കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു. അമ്മ അവനെ കൊണ്ടുപോയി കുളിപ്പിച്ചു കുട്ടപ്പനാക്കിയിട്ട് അവനെ പൂജാമുറിയിൽ കൊണ്ടുവന്നിട്ട് അതിനകത്ത് ഈ അർജുനൻ്റെ തേടി തെളിക്കുന്ന കൃഷ്ണൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർത്ഥസാരഥിയുടെ ഫോട്ടോ കാണിച്ചു കൊടുത്തു എന്നാണ് പറയുക. എന്നിട്ട് പറഞ്ഞു, നീ ഇതുപോലത്തെ ഒരു കുതിരവണ്ടിക്കാരനാവണമെന്ന് പറഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ സമൂഹത്തെ നന്മയിലേക്ക് നയിക്കുന്ന, ധർമ്മത്തിൻ്റെ പാതയിൽ നയിക്കുന്ന ഒരു കുതിരവണ്ടിക്കാരനാവണം, അതിൻ്റെ തേടാളിയാവണം, സമൂഹത്തെ നന്മയിലേക്ക് നയിക്കുന്നവനായി മാറണം എന്ന് പറഞ്ഞു വരുന്നത് സ്വാമി വിവേകാനന്ദനെ കുറിച്ചിട്ടാണ്. ഇന്ന് ജനുവരി 12 യുവജന ദിനമായിട്ട് നമ്മൾ ആചരിക്കുകയാണ്. അപ്പോൾ സ്വാമി വിവേകാനന്ദൻ്റെ ഓർമ്മകളും അദ്ദേഹത്തിൻ്റെ ആപ്തവാക്യങ്ങളും അദ്ദേഹത്തിൻ്റെ തത്വചിന്തകളും ഒക്കെ നമുക്ക് ലൈഫിൽ പ്രയോജനപ്പെടുത്തി നമുക്കും ഒരു തേടാളിയായി മാറാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു.